ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 2, 11, 12 തിരുവചനങ്ങൾ. പ്രിയമുള്ളവരെ, വീണ്ടും ഇതാ ഒരു ക്രിസ്തുമസ് ദിനം കൂടി. എന്നും എവിടെയും എല്ലാവർക്കും രക്ഷയുടെ സന്ദേശം പകരുന്ന സുന്ദരമായ തിരുനാൾ. മനുഷ്യരോടൊപ്പം വസിക്കാൻ, അവരിൽ ഒരാളായി തീരാൻ ദൈവം മനുഷ്യനായി അവതരിച്ചതിന്റെ സുന്ദരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന ക്രിസ്തുമസ്. തിരുവചനം പറയുന്നു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. കൊട്ടാരങ്ങളും പട്ടുമെത്തകളുമല്ല, മറിച്ച് ദാരിദ്ര്യത്തിന്റെ ലാളിത്യത്തിന്റെ പ്രതീകമായ പുൽക്കൂടാണ് അവൻ പിറക്കാനായി തിരഞ്ഞെടുത്തത്. പുൽത്തൊട്ടിയും പിള്ളക്കച്ചയും നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? അത് ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും പാഠമാണ്. ദാരിദ്ര്യത്തിന്റെയും അധ്വാനത്തിന്റെയും പാഠമാണ്. മനുഷ്യന്റെ നിസ്സഹായതയിലേക്കാണ്, മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഇടങ്ങളിലേക്കാണ് അവൻ പിറന്നു വീണത്. ബെത്ലഹേം, അപ്പത്തിന്റെ നാട്. കാലങ്ങൾക്കപ്പുറം മനുഷ്യന്റെ ആത്മീയ വിശപ്പകറ്റുന്ന ജീവന്റെ അപ്പമായി തീരാനുള്ളവൻ മനുഷ്യരോടൊത്ത് വസിക്കാൻ, അവന് ജീവന്റെ സമൃദ്ധി നൽകാൻ മണ്ണിന്റെ ഗന്ധമുള്ള മനുഷ്യരുടെ ഇടയിൽ വന്ന് പിറന്ന പുണ്യദിനം ക്രിസ്തുമസ്. ദൈവസ്നേഹത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ ആ പുൽക്കൂട്ടിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി യാത്രയാകാം. പുൽക്കൂട്ടിന് കവാടത്തിന് ഉയരം കുറവാണ്. പുൽത്തൊട്ടിയിൽ കിടക്കുന്ന പൊന്നുണ്ണിയെ കാണാൻ നാം താഴ്ന്നിറങ്ങണം. നമ്മുടെ അഹന്തയുടെ, അഹങ്കാരത്തിന്റെ, സ്നേഹശൂന്യതയുടെ, ആർഭാടത്തിന്റെ മാറാപ്പുകളെല്ലാം താഴെ വയ്ക്കാം. ഹൃദയശുദ്ധിയുടെ ആൾരൂപങ്ങളായ ആട്ടിടയരോടൊപ്പം ആ പുൽത്തൊട്ടിക്കരികിൽ നമുക്ക് മുട്ടുകുത്താം. ഉണ്ണിയേശുവിന്റെ മുഖത്ത് വിടരുന്ന ശാന്തി കിരണങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ സ്വസ്ഥമാക്കട്ടെ. പുൽക്കൂട്ടിൽ ദിവ്യ ശിശുവിനോടൊപ്പം നമ്മൾ കണ്ടുമുട്ടുന്ന 2 വ്യക്തിത്വങ്ങളുണ്ട്. ഉണ്ണി ഈശോയ്ക്ക് ജന്മം നൽകാൻ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമറിയവും ഉണ്ണിയേശുവിനും പരിശുദ്ധ മാതാവിനും കാവലായി തീർന്ന വിശുദ്ധ യോസേപ്പ് പിതാവും. വ്യവസ്ഥകളില്ലാതെ നിരുപാധികം ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയ പരിശുദ്ധ അമ്മയുടെ ജീവിതം സമർപ്പണ വഴികളിൽ നമുക്ക് മാതൃകയാകട്ടെ. തനിക്കുണ്ടായ സ്വപ്നങ്ങളിലൂടെ ദൈവത്തിന്റെ സ്വപ്നങ്ങളുടെ പൊരുൾ തിരിച്ചറിഞ്ഞ വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ ശൂന്യവൽക്കരണത്തിന്റെ പാതയിലൂടെ സഹചർക്ക് സംരക്ഷണ കവചം തീർക്കാൻ നമുക്കൊരുങ്ങാം. വേദനിക്കുന്നവരെ ആശ്വസിപ്പിച്ചും അവഗണിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ചും ഈ ക്രിസ്തുമസ് നമുക്ക് അർത്ഥപൂർണമാക്കാം. എല്ലാവർക്കും സ്നേഹോഷ്മളമായ ക്രിസ്തുമസ് ആശംസകൾ.